കോയമ്പത്തൂർ ഞങ്ങൾ താമസിച്ചത് ഗീത ഹോട്ടലിലാണ്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ പോലും ദൂരമില്ല. ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെ ബുക്സും എസെൻഷ്യൽ നീഡ്സും അവിടെ കിട്ടും. ഞാൻ അവിടെ കുറച്ച് നേരം ബുക്സൊക്കെ നോക്കി. നല്ല കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷമാണ് ആ ഹോട്ടലിന് ചുറ്റും. അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യവും ഉണ്ട്. അവിടെ തന്നെ ഒരു ചെറിയൊരു മെസ്സും ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. രാവിലെ സമയങ്ങൾ മിക്കവാറും അവിടെ നല്ലോണം തിരക്കായിരിക്കും. പുറത്തുനിന്ന് ആൾക്കാർ വന്ന് അവിടെ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. ഞാൻ ഇഡ്ഡലിയാണ് കഴിച്ചത്. ഉമ്മി ഭൂരി മേടിച്ച് ഞങ്ങൾ ഷെയർ ചെയ്തു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. കോയമ്പത്തൂർ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ ഗീത ഹോട്ടലിൽ ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ കാപ്പിയും വടയും ഓർഡർ ചെയ്തു, അതൊന്നും കഴിച്ചു, അതും നല്ലതായിരുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് സജസ്റ്റ് ചെയ്യണേ. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. മെസ്സിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയൊരു കൗണ്ടറുണ്ട്. അവിടെ തന്നെ ഉണ്ടാക്കുന്ന സ്വീറ്റ്സാണ് ആ കൗണ്ടറിലുള്ളത്. ഗുലാബ് ജാം, അലുവ, പിന്നെ പല വെറൈറ്റി ലഡൂസ്. റാഗി ലഡു, കടലമാവിൻ്റെ ലഡു, ഡ്രൈ ലഡു, എള്ളുണ്ട, ഹോസ്പിറ്റൽസ് വെച്ചുള്ള ലഡു, പലതരം വെറൈറ്റി ബർഫികളും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ആദ്യം മേടിച്ചത് ഒരു ഗുലാബ് ജാമുനാണ്. അതിനുശേഷം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ സാധാരണ ലഡു മേടിച്ചു. നാട്ടിൽ കിട്ടുന്ന ലഡുവിൻ്റെ ടേസ്റ്റ് അല്ല, അതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട്. പാൽ ലഡു എന്നുള്ള വെറൈറ്റി വിഭവവും ഇവിടെ കണ്ടു. കാഷ്യൂ ബർഫിയും മേടിച്ചു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തമിഴ്നാട് സ്വീറ്റ്സിന് പേര് കേട്ടത് തന്നെയാണല്ലോ. പിന്നെ വേറൊരു കൗണ്ടറിൽ പലതരം മുറുക്കുകളും ചീടകളും അവൈലബിളായി കണ്ടു. കുറച്ച് ഞങ്ങൾ മേടിച്ച് റൂമിൽ കൊണ്ടുപോയി. റാഗി ലഡു ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത യാത്രക്ക് ഒരുങ്ങുകയാണ് കൂട്ടുകാരെ, നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.